എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഇതൊരു വീക്കെൻഡാണ്. നല്ല അടിപൊളി വെതറാണ് പുറത്ത്. നല്ല സൂപ്പർ വെയിൽ. ഒരു 10:30-11 മണി ആയിട്ടുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടില്ല വെയിൽ, പക്ഷേ സ്ട്രോങ് ആവും. ഞങ്ങൾ രാവിലെ കുക്കിങ്ങും പരിപാടിയൊക്കെയാണ് ഗൈസ്. ഇന്ന് ഞങ്ങൾ പ്യുവർ വെജിറ്റേറിയൻ ഫുഡാണ് അല്ലേ അച്ഛാ? അതെ. കുറേ ദിവസമായിട്ട് ബീഫ്, ചിക്കന് അങ്ങനെയൊക്കെ ആയിരുന്നു. രാവിലെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് ബീട്രൂട്ട് പറിക്കാനുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ ബീട്രൂട്ടാണ്, അത് പറിക്കാൻ പറ്റിയില്ല. അപ്പം ഞാനും അച്ചാനും രാവിലെ ഇറങ്ങി ആ പരിപാടി അങ്ങ് ചെയ്തു കേട്ടോ. അതുകൊണ്ട് ഞാൻ അച്ചാനും അത് ഏൽപ്പിക്കുവാണ് പുറത്ത് കഴുകാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ആ മണ്ണ് മൊത്തം പെരയ്ക്കാത്തായാൽ പിന്നെ പാടായിരിക്കും എനിക്ക് വാഷ് ബേസിനൊക്കെ കഴുകാനായിട്ട്. അത്യാവശ്യം നമുക്ക് കുറച്ച് ബീട്രൂട്ട് കിട്ടി കേട്ടോ. അതെ, വലിയ ഒരെണ്ണം ഉണ്ട്, പിന്നെ അടിയിൽ ചെറുത് ഉണ്ട് ഗൈസ്. ഞാൻ പിന്നെ ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് വലുതൊക്കെ പറക്കി മോളി വെച്ചതാണ്. അപ്പോൾ അച്ഛൻ ഇതെനിക്ക് പുറത്ത് കൊണ്ട് കഴുകി തരാമെന്ന് പറഞ്ഞു. 2 തോരനുള്ളതുണ്ട് കേട്ടോ. ഞാൻ ആ ഇലയും യൂസ് ചെയ്യും. ഇല ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അച്ഛൻ അതെനിക്ക് കഴുകി തരുമോ? തരാലോ. ചെറിയ തണുത്ത കാറ്റല്ലേ. അച്ഛൻ ഇതേ രാവിലെ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഇറങ്ങി. എൻ്റെ ബീട്രൂട്ടൊക്കെ ഒന്ന് കഴുകാനാണ് കേട്ടോ. പിന്നെ രാവിലെ ഞങ്ങൾ ഒരു മത്തങ്ങ എടുത്തായിരുന്നു കറി വെക്കാൻ. അതിൻ്റെ സീഡെല്ലാം കൂടെ ഞാനിവിടെ ഉണക്കാൻ വെച്ചു കേട്ടോ. ഹലോ, എന്നാടുക്കുവാ? അമേലിയക്ക് ഇങ്ങനത്തെ ഹാൻഡിക്രാഫ്റ്റ്സ് വർക്കൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ അത് അങ്ങോട്ട് വെയിലുള്ളിടത്ത് മാറ്റി വെക്കുവാണ്. അമേലിയക്ക് ശരിക്കും എന്തെങ്കിലുമൊക്കെ ഹാൻഡിക്രാഫ്റ്റ്സ് ചെയ്യാനായിട്ട് ഞാൻ അത് എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ അതിൽ നിന്ന് കുറച്ച് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പാകി മുളപ്പിക്കുകയും ചെയ്യാം. ഇത് എൻ്റെ ചെറിയ പൂവൊക്കെ വന്നു തുടങ്ങി ഗൈസ്. ഇതേ ആപ്പിൾ ചെടിയിൽ ചെറിയ പൂക്കൾ വന്നു തുടങ്ങി. ഇതേ കണ്ടോ, ചെറുതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്ലൂബെറി തന്നെ പ്രാവശ്യം നമ്മുടെ ബ്ലൂബെറിയിൽ ഒരുപാട് പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. ഞാനിതെല്ലാം ഒന്ന് കോതി നിർത്തിയായിരുന്നു. ഇതെല്ലാം പൂക്കളാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടംപോലെ കാ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിന്ന് ഇപ്പം ഞാൻ ബീട്രൂട്ട് പറിച്ചിട്ട് പോയതാണ് ഗൈസ്. അച്ഛനൊരു ബക്കറ്റൊക്കെ എടുത്ത് അതേ വെള്ളമൊക്കെ പിടിച്ച് ആ ബീട്രൂട്ട് കഴുകി തരാനുള്ള പരിപാടിയാണ് കേട്ടോ. ആഞ്ചലായി അവിടെ നിന്ന് എൻജോയ് ചെയ്യുവാണ് കേട്ടോ അച്ഛൻ്റെ കൂടെ. വെള്ളത്തിൽ കളിക്കാൻ വലിയ ഇഷ്ടമാണ്. ചാടിത്തുള്ളുവാണ് വെള്ളം വീഴുന്നത് കണ്ടിട്ട്. ഒരു ആവാസ വ്യവസ്ഥ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടെന്റ് എടുത്ത് വെച്ചിട്ട് അതിന്റെ അകത്ത് എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. ഹലോ, യെസ്. No entry there? No. No entries there? No parents allowed. Can you show me what's inside there? What's happening there? Yep. I have all my cards a long time ago, and it was in here all along. So I'm going to be using these today. ആണോ? Yeah. So if the same thing comes up, then whoever snatches first, they get the card. ആണോ? All the കാർഡുണ്ട്, cards. കാറുണ്ട്, എന്തൊക്കെയോ All the പരിപാടിയുണ്ട്. cards. ഡിസ്പോസിബിൾ പ്ലേറ്റ് വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തോ? ആ, എന്റെ കൊച്ചിനെ കാണിക്കാലോ. നോക്കട്ടെ. ആഞ്ചലാട് ഇതേ അവിടെ ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറെ കാർഡ്സ് നിരത്തിയിട്ടുണ്ട്. കാറുണ്ട്. ഇവിടെ എന്റെ കൊച്ച് ബീട്രൂട്ടും അതിന്റെ ഇലയൊക്കെ എടുത്ത് കണ്ടിച്ച് തോരൻ വെക്കാനുള്ള പരിപാടിയിലാണ്. ഞാൻ പറഞ്ഞു ചോപ്പറിന്റെ അകത്ത് ഞാൻ ബീട്രൂട്ട് ചോപ്പ് ചെയ്ത് തരാം, അത് ജ്യൂസ് ആകാതിരുന്നാൽ മതിയായിരുന്നു. ഇല്ല, ഇപ്പൊ എന്നെ ഓടിക്കും. ഒരെണ്ണം നോക്കാടാ. പിന്നെ നമുക്ക് ക്യാരറ്റൊക്കെ ഞാൻ അതിന്റെ അകത്ത് ചെയ്യാറുള്ളതാണ്. ആ, ഓക്കെ, ചെയ്ത് നോക്കാം നമുക്ക്. ഇവിടെ അച്ഛൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് ഗൈസ്. ഞങ്ങൾ കുക്കിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. അച്ഛൻ എനിക്ക് മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിച്ചു തരുവാണ്. സവോളയൊക്കെ ഞാനാണ് അരിഞ്ഞു കൊടുത്തത് കേട്ടോ. അച്ഛൻ അരിഞ്ഞു തരാന്ന് പറഞ്ഞാണ്. കണ്ടോ, പൊട്ടിയിട്ട് കണ്ടോ, അടിച്ച് പൊടിക്കുന്നുണ്ടോ? ബീട്രൂട്ട് ഒക്കെ ഉണ്ടല്ലോ, ഇവിടുത്തെ ചോപ്പർ യൂസ് ചെയ്താണ് അരിഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. അങ്ങനത്തെ ചെറിയ കുഞ്ഞു സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇവിടെ നമ്മുടെ പണി ഒത്തിരി എളുപ്പമാണ്. അതെ, ഇല്ലെങ്കിൽ ഞാൻ നിന്നരിയും അല്ലേ അച്ഛാ? നിന്ന് അരിയുന്ന മാത്രമല്ല, കൊച്ചു ഫൈനായിട്ട് അരിയാറുണ്ട്. എനിക്കത് ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷെ അത് ഒത്തിരി സമയം എടുക്കത്തില്ലേ. അങ്ങനെ കുക്കിംഗ് ഓൾമോസ്റ്റ് ഡൺ ഗൈസ്. ഇതുണ്ടോ നമ്മുടെ ഗാർഡനിലെ നല്ല അടിപൊളി ബീട്രൂട്ട്. ഇല ഞങ്ങൾ എടുത്തില്ല കേട്ടോ. എനിക്കിന്ന് മെനക്കെടാൻ വയ്യായിരുന്നു ഗൈസ്. സാധാരണ ഞാൻ ഇല എടുക്കുന്നതാണ്. പിന്നെ എൻ്റെ കയ്യിൽ ചെറിയൊരു ഇഞ്ചുറി ഉണ്ട്. അപ്പം അതുകൊണ്ട് അതെങ്ങനെ പറ്റിയത് അതും കൂടെ പറ. അത് ഞങ്ങള് ഒരു ട്രിപ്പ് പോയി ഇന്നലെ. അവിടെ പോയിട്ട് ഞങ്ങൾ എല്ലാവരും ടെന്റ് ഉണ്ടാക്കുന്ന ഒരു കോമ്പറ്റീഷനിൽ ഏർപ്പെട്ടു. റെബിൻ മാത്രം ഒരു സെറ്റ് അല്ല, റെബിനും അമേലിയായും ആണ്, ആഞ്ചലായും അച്ചാനും, ഞാൻ മാത്രം തനിച്ച്. അപ്പൊ ഞാൻ എന്തോ ഒരു കമ്പെടുത്തപ്പം ഒരു മുള്ളു കയറി. അച്ഛൻ എത്ര ഞെക്കിയിട്ടും അത് ഇറങ്ങി വരുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞാൻ ഇവിടെ വന്നിട്ട് അത് നെയിൽ കട്ടറും കൊണ്ട് അങ്ങ് ചെത്തിക്കളഞ്ഞു. അപ്പം ചെറിയൊരു കുഴി പോലെ ഉണ്ട്, വേദനയുണ്ട്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ബീട്രൂട്ട് തോരൻ, മത്തങ്ങായും ചെറുപയറും ഇട്ട് നല്ല അടിപൊളി കറി. ഞാൻ മിക്കപ്പോഴും അത് വെക്കാറുണ്ട് കേട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. മത്തങ്ങ അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ, ബട്ടർനട്ട് സ്ക്വാഷ് ആണ്. പിന്നെ ഞങ്ങളുടെ സ്പെഷ്യൽ ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഞാൻ ആലോചിക്കുവാണ്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്രേവിങ് വരും ഗൈസ്.
ഇത് ചമ്മന്തിയാണ്. ഈ ചമ്മന്തിക്ക് പ്രത്യേകത ഉണ്ട്. അച്ചായന്റെ വീട്ടില് ഇഞ്ചി മാങ്ങ ഇഞ്ചിമാങ്ങയുണ്ട്. അപ്പൊ അത് ഞാൻ കുറെ കൊണ്ടുവന്ന് എല്ലാം ക്ലീൻ ചെയ്ത് ഫ്രീസറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇഞ്ചിമാങ്ങയും ശരിക്കും നമുക്ക് മാങ്ങയുടെയും ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ കിട്ടും. അതും പുളിയും വെച്ച് അരച്ച മാങ്ങയാണ്. മാങ്ങയല്ല, ചമ്മന്തിയാണ്. അത് ശരിക്കും ഇഞ്ചി പോലെയാണ് കേട്ടോ, ഇഞ്ചി പോലെ ഇരിക്കും. പിന്നെ മണ്ണിനടിയിലാണ് നമ്മുടെ ഈ മഞ്ഞളിന്റെ ഇല പോലെയാണ് അതിന്റെ ഇല ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പച്ചമാങ്ങ പൂളി കഴിയുമ്പോൾ ഉള്ള ഒരു കളർ പോലെ ഇരിക്കും. അതെ, ഇത് പച്ചമാങ്ങ പൂളി കഴിയുമ്പോൾ ഉള്ള ഒരു കളറല്ലേ, ആ ഒരു കളർ ആയിരിക്കും ഇത്. പക്ഷെ ഇഞ്ചിയുടെ കൂട്ടൊക്കെ തന്നെ ഇരിക്കുവാണ്. അപ്പൊ അത് വെച്ച് അരച്ച ചമ്മന്തിയാണ് ഗൈസ്. ആ സാധനം കുഴിച്ചെടുക്കുമ്പോ തന്നെ നമുക്ക് നല്ല മാങ്ങാടെ ഒരു മണമൊക്കെ വരും അല്ലേ കൊച്ചു? അയ്യോ, നല്ല മണമാണ് കേട്ടോ. നല്ല പച്ച മാങ്ങയുടെ എന്നാ പറയുന്നത്, ഈ പുളിപ്പില്ലാതെ പച്ച മാങ്ങ ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക മണമാണ്. അപ്പം അതിന്റെ ഒരു മണം എനിക്ക് ഇപ്പോഴേ വായന്ന് വെള്ളം തരുന്നു ഗൈസ്. അച്ചാരോടെ അവരോട് പറയുന്നത് ചോറ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അച്ചാർ വേണമെങ്കിൽ അച്ചാറുണ്ട്. നമുക്ക് പുളി അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, മീനച്ചാറുണ്ട്. പിന്നെ അതെ മുട്ട പൊരിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. അത് നമുക്ക് ചൂടോടെ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ മക്കളെ കുളിപ്പിക്കണം. രാവിലെ തന്നെ അവർ തലയിൽ എണ്ണയൊക്കെ തേച്ച് ഇരുത്തിയേക്കുവാണ്. അപ്പം എൻ്റെ കുക്കിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് അവരെ കുളിപ്പിക്കണം. എനിക്ക് അച്ചാനും കുളിക്കണം. എനിക്കിനിയിപ്പോൾ എൻ്റെ തലയിൽ എണ്ണ തേക്കണം. അത് ഓയാണോ? നോക്കട്ടെ. ഓക്കെ, ഗുഡ് ഗേൾ. അച്ചാന്റെ മുട്ട അടിയോടടിയാണ്. അടിയോടി. അതെ, ഞങ്ങള് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പം ഡ്രൈ ആകുമ്പോൾ അതെല്ലാം ഞങ്ങൾ പറക്കി വെക്കും. പിന്നെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു, എല്ലാം സെറ്റാണ്. ഇനിയും കഴിച്ചാൽ മതി. എല്ലാവരെയും കുളിയും തേവാരം എല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ ഇവിടെ ഫുഡ് കൊടുക്കാറുള്ളൂ. അല്ലാതെ ഫുഡില്ല ഇവിടെ. അതെ, വീക്കെൻഡ് ഒക്കെ അല്ലേ, അപ്പൊ നന്നായിട്ടൊന്ന് തേച്ചൊരച്ച് കുളിപ്പിച്ച് പ്രത്യേകിച്ച് ഈ രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യേ ഇരിക്കുന്ന രണ്ടുപേരും കൂടെ എല്ലാം ഒരു മെസ്സാണ് ഗൈസ്. എല്ലാം വാരിയിട്ട് കളിക്കുവാണ്. പുറത്തൊരു ടെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിരുന്നു പ്ലാൻ അല്ലേ അച്ഛാ? പക്ഷേ പ്ലാന് മക്കള് തന്നെ പൊളിച്ചു. ഞാൻ പുറത്ത് ഈ ബീട്രൂട്ട് കഴിക്കൊണ്ടിരുന്നപ്പം അതിൽ ആ പൈപ്പ് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അതിലൂടെ ഹോസ് പിടിച്ചുകൊണ്ട് മുഴുവൻ വെള്ളം ഒഴിച്ചു ആ പുല്ലൊക്കെ കൂടെ. അപ്പൊ ആ പുല്ലിന്റെ മുകളിൽ സെറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. ഇനിയിപ്പോ നടക്കത്തില്ല ഗൈസ്. അതെല്ലാം വെറ്റായി. ഇന്നലെ ഞാൻ അച്ഛന്റെ വണ്ടി ഫുള്ള് വാക്കും പിടിച്ചു ഗൈസ്. എന്നിട്ട് എനിക്കൊരു അപ്രീഷിയേഷൻ, എന്നെ ഒന്ന് എന്നാ പറയുന്നത്, അതിനെന്നാ മലയാളത്തിൽ പറയുന്നേ, അംഗീകരിച്ചോ? എനിക്കൊരു അംഗീകാരം തരിക എന്നുള്ളത് ഒരു ഹസ്ബൻഡിന്റെ കടമയാണ്. കാരണം അത്രത്തോളം കുളമായിരുന്നു വണ്ടി. ഞാനതെല്ലാം ഇന്നലെ വാക്വം ചെയ്ത് കൊടുത്തു ഗൈസ്. എന്റെ വണ്ടി ഞാൻ വാക്വം ചെയ്യണം, അച്ഛന്റെ വണ്ടി ഞാൻ വാക്വം ചെയ്യണം. അങ്ങനെ മൊത്തത്തിൽ എന്റെ പണി വാക്വം ചെയ്ത് മാത്രമാണെന്ന് തോന്നുന്നു. അതിന്റെ അപ്രീസിയേഷൻ എന്ന നിലയിൽ ഞാനിപ്പോ കിച്ചൺ മുഴുവൻ വാക്വം ചെയ്തു തരുന്നുണ്ട് കൊച്ചിന്. എല്ലാരും വായോ കുളിക്കാൻ, വാ, ഓടി വാ, വാ, എല്ലാരും കേറിക്കോ. ആഞ്ചല ബേബി വായോ, ബേബി മേളിൽ കയറി കുളിക്കാൻ, വാ, ഓടി വാ. ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് ഇവിടെ മുട്ടയും പൊരിച്ചു ഗൈസ്. എല്ലാം റെഡിയാക്കി വെച്ചു. അതാകുമ്പോ ഇനി ഞങ്ങള് കുളിച്ചിട്ട് വന്നാൽ കഴിച്ചാൽ മതി. കേട്ടോ, നല്ല ചൂട് മുട്ട പറക്കുന്നു. ആദ്യം കളയണ്ട വെച്ചേരെ. എൻ്റെ പിള്ളേർ നാട്ടിൽ പോയപ്പോഴേ ഉത്സവത്തിനും പെരുന്നാളിനും പള്ളിപ്പറമ്പിലൊക്കെ പോയിട്ട് കുറേ വളയും സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതൊക്കെ എടുത്തിട്ട് എന്തൊക്കെയോ പരിപാടിയാണ്. തലക്കോടൊക്കെ എന്തൊക്കെയോ ആക്സസറീസ് കുത്തി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ ഒന്നും വിട്ട പിള്ളേരല്ല. ഞാൻ നോക്കിയപ്പോൾ അവരുടെ ബെഡ്റൂമിൽ പോയിട്ട് ഇതെല്ലാം പറക്കി അവിടെ ഇവിടെ എല്ലാം കുത്തി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ആ ഡ്രോയറിൽ തന്നെ കൊണ്ടിടണം കേട്ടോ. അവിടെ എവിടെ ഒന്നും കിടക്കരുത്. എനിക്ക് അതേ അഞ്ചലാണോ ഇത് ഉണ്ടാക്കിയേ? അത് ഒത്തിരി ഇല്ല. എന്താ അഞ്ചല നിനക്ക് ഇച്ചിരി കുറയണമായിരുന്നു. കുളിയും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. ഞങ്ങളുടെ വിശന്നിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു രക്ഷയില്ല. രാവിലെ ഒരു നമ്മളൊന്നും കഴിച്ചോടെ ആണോ? സർപ്രൈസ്. അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അല്ലേ ഗൈസ്? ഗൈസ് ആണോ ഗൈസ്? അങ്ങനെ ഞങ്ങളുടെ വിശപ്പിന്റെ വിളി കാരണം എല്ലാം ദേ റെഡിയാക്കി വെച്ചു കേട്ടോ. 4 പ്ലേറ്റ് റെഡിയാണ്. അച്ചാനും എനിക്കും അഞ്ചലായിക്കും അമേലിയായിക്കും. അമേലിയായിക്കും അഞ്ചലായിക്കും 2 പ്ലേറ്റിലാക്കി എടുത്തിട്ടുണ്ട്. ഇവർക്കൊരു 2 സാധനം മിസ്സിംഗ് ആണ് കേട്ടോ. അച്ചാറും ചമ്മന്തിയും അതവര് കഴിക്കത്തില്ല. ബബ്ലി ഫുഡ് ഇത് ആദ്യം കഴിച്ചിട്ട് വരുന്നവർക്കുണ്ടല്ലോ, ഇന്ന് ഞാൻ പോപ്സിക്കിൾ തരും. ഓക്കെ, ഇന്ന് വേഗം കഴിച്ച് തീർക്കുന്നവർക്ക് പോപ്സിക്കിൾ ഉണ്ട്. സ്പൂൺ തരാം. നല്ല അടിപൊളി ഫുഡാണ് ഗേൾസ്. കഴിച്ചു. മുട്ടയുണ്ട്,
അഞ്ചല ബേബി മുട്ടയുണ്ട്. നേരെ എരി കൊച്ചു എൻ്റെ പൊന്നെ ഇരുന്ന് കഴിച്ചേ വേവട്ടെ. യമ്മിയാണോ അഞ്ചല? ആ മുട്ട എടുത്ത് കഴിച്ചോ. കൊച്ചിന് മുട്ട ഇഷ്ടമാണല്ലോ. മുട്ട വേണേ കൈ കൊണ്ട് എടുത്ത് കഴിച്ചോ. എമ്മിയാണോ മുത്തേ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ എന്റെ കൊച്ചിനെ? ബീട്രൂട്ട് എടുത്ത് കഴിക്കണേ കേട്ടോ. ഇതെല്ലാം എന്റെ പിള്ളേരെ ഹെൽത്തി ആക്കും. ബീട്രൂട്ട് കഴിച്ചേ. കഴിച്ചു കേട്ടോ രണ്ടുപേരും. അമേലിയായിക്കും ആഞ്ചലായിക്കും ഞങ്ങൾ ഫുഡ് അവിടെ കൊടുത്തു. അവരവിടെ നിന്ന് കഴിക്കുവാണ്. എനിക്ക് വച്ചാനും ഇത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പരിപ്പുണ്ട്, അതുപോലെ തന്നെ മത്തങ്ങയും ചെറുപയറും ഇട്ട കറിയുണ്ട്. പിന്നെ ഇതേ നമ്മുടെ ചമ്മന്തി, മുട്ട പൊരിച്ചത്, പിന്നെ ബീട്രൂട്ട് തോരൻ, പിന്നെ നല്ല അടിപൊളി നാരങ്ങ അച്ചാർ. ഞങ്ങൾ ഇനി കഴിക്കാൻ പോവാണ് ഗൈസ്. വിശപ്പിന്റെ വിളി കൂടി കൂടി വരുവാണ്. പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വലുതായിട്ടൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പം കഴിച്ചാലോ അച്ഛാ? കഴിച്ചേക്കാം. അപ്പോൾ ഈ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ്. പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. താങ്ക് യു.